ആ പറടാ. നീ എവിടെ? ഒരു 5 പെണ്ണുങ്ങളെയും കൂടി ഗോവയ്ക്ക് വന്നിരിക്കുക. പേഷ്യൻസിനൊക്കെ ഒരുവിധം ഒതുക്കി ഇവിടെ ഫ്രീ ആയിരിക്കുക. ഇനി ഇതൊന്ന് അടച്ച് പൂട്ടിയാൽ മതി. പോലെ നീ എന്റെ പൊന്നു മോനെ, ഇത് ഹോസ്പിറ്റലാ, ഇവിടെ നിന്ന് കള്ളുടിക്കാൻ പറ്റില്ല. എടാ, ഒരു 5 മിനിറ്റ് നീ അവിടെ അടങ്ങി നിൽക്ക്. എടാ, നീ വെറുതെ കളിക്കല്ലേ ഈ പെണ്ണെ കൊണ്ട്. എന്റെ ദൈവമേ, ഒരു ഫുൾ ബോട്ടിൽ വാങ്ങിക്കൊണ്ടുവരുന്ന വിചാരിച്ചപ്പോ ദേ ഒരു കൊച്ചിനെയും കൊണ്ടുവന്നിരിക്കുന്നു. നീ ആദ്യം കൊച്ചിനോ നോക്ക്. അതിനേതാടാ ഈ കുട്ടി? എനിക്കറിയില്ല. കാർ ആക്സിഡന്റ് ആയി അതിന്റെ ഉള്ളിൽ കിടക്കായിരുന്നു. ഞാൻ എടുത്തോണ്ട് വന്നതാ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ ചെക്ക് ചെയ്ത് നോക്ക്. ആക്സിഡന്റ് പറ്റിയതുകൊണ്ടായിരിക്കും കുട്ടി കുറച്ച് നെർവസാ. ഒന്ന് റെസ്റ്റ് എടുത്താൽ മതി, കുറച്ച് കഴിഞ്ഞാൽ ശരിയാവും. ശരിടാ, കൊച്ചു കൂടെ കിടക്കട്ടെ. ഞാൻ പോയിട്ട് ഒരു 1/2 മണിക്കൂറിൽ വരാം. എടാ, ഞാനൊരു ഡോക്ടറാ, അല്ലാതെ ഒന്ന് നോക്ക്. 2 പെഗ് അടിച്ച് സമാധാനമായിട്ട് കിടന്നുറങ്ങാന്ന് വിചാരിച്ചതാ. ഇനി 2 അടിച്ച് എപ്പോ കിടന്നുറങ്ങാൻ പറ്റുമോ എന്തോ. എന്നും കാണും ഇതുപോലത്തെ ഓരോ വള്ളിക്കെട്ട്. നീ എവിടെ പോയി കിടക്കായിരുന്നു? നീ ആ താക്കോലും തന്നെ ചേട്ടൻ അന്വേഷിക്കുക. നീ ഇങ്ങനെ ടെൻഷൻ ആവുന്ന എന്തിനാ? ഞാനൊരു സ്ഥലം വരെ പോവാ. നീ ആ കീ തന്നേ, ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം. ഓ, സാറ് വന്നല്ലോ. ഇങ്ങോട്ടുള്ള വഴിയൊക്കെ ഓർമ്മയുണ്ടോ? ആഹാ, എത്ര സുന്ദരമായൊരു വീട്. ഇവിടെയുള്ള ചക്കര അനിയത്തിക്കുട്ടി എനിക്ക് മറക്കാൻ പറ്റുമോ? എന്റെ തങ്കക്കുട്ടി. കുടിച്ച് ഫിറ്റ് ആയിട്ടാണല്ലോ വന്നിരിക്കുന്നത്. എനിക്കതിന്റെ മണം പോലും ഇഷ്ടമല്ല. ഞാൻ കുടിയൊക്കെ നിർത്തിയൊരു കാലത്രയെന്നറിയോ? വീടൊക്കെ എന്ത് പറ്റി ആകെ ഡള്ളായിരിക്കുകയാണല്ലോ. നീ ഇപ്പൊ ജോലിക്കൊന്നും പോവാറില്ലേ? ആ, പോകുന്നുണ്ട്. പിന്നെന്താ വീടൊക്കെ ആകെ കാലിയായി കിടക്കുന്നേ? ഇവിടെ ഉള്ളതൊക്കെ വിറ്റ് നിന്നിട്ട് ഇപ്പൊ ചലച്ചോണ്ടിരിക്കുക. എന്താ പറഞ്ഞ കേട്ടില്ല? ഒന്നുമില്ല. എനിക്ക് ചേട്ടനോട് ഒരു കാര്യം പറയാനുണ്ട്. എന്തിനാ മോളെ വിഷമിക്കുന്നത്? നീ കാര്യം പറ. എനിക്കൊരു പയ്യനെ ഇഷ്ടാ ചേട്ടാ. എനിക്ക് അവനെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കലക്കി. ഓരോ പ്രായത്തിൽ എന്തൊക്കെ സംഭവിക്കാൻ പാടുണ്ടോ അതൊക്കെ നടക്കുന്നുണ്ട്. നീ വളരെ കറക്റ്റ് ആയിട്ടാണ് പോകുന്നത്. ഇത്രയും വലിയൊരു കാര്യം ആയതുകൊണ്ട് നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ഓഹോ, ഇവനാണോ അവൻ? ഹലോ അനിയ, ബഹുമാനമൊക്കെ മനസ്സിൽ മതി, വന്നിരിക്കും, ധൈര്യമായിട്ടിരിക്കും. ചേട്ടന് കണ്ണുകൊണ്ട് സംസാരിക്കുന്ന കണ്ടില്ലേ കൊച്ചു കല്ലി? ചേട്ടാ, എന്റെ പെങ്ങളെ നാണം കണ്ടില്ലേ? ശരി അളിയ, അളിയ എന്താ ചെയ്യുന്നേ? പൊതുസേവനം ചെയ്യാ. എന്ത് സേവ? സോഷ്യൽ സർവീസ്. ഓ, സോഷ്യൽ സർവീസോ. വയറ്റിപ്പഴപ്പൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അതിനുള്ളതൊക്കെ അതിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. അതെന്തായാലും നന്നായി. അപ്പൊ ഒരു കണക്കിന് ഇവന് നമ്മളെ പോലെ നല്ല ജോലിയാ. ഞാൻ അടിച്ച സാധനം അത്ര പോരാ, ഡ്യൂപ്ലിക്കേറ്റാ. അതുകൊണ്ടാന്നാ തോന്നണ നെഞ്ചത്തൊക്കെ ആകെ ഒരു എരിച്ചില്. ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാനിപ്പോ വരെ. കള്ളില് ഇവന്മാർ എന്തൊക്കെയാണോ കലക്കുന്നത്. എത്ര നാള് ജീവനോടെ ഉണ്ടാവുമോ എന്തോ. നീ അറിഞ്ഞോ ബലമാനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. സ്വർഗത്തിലെ മുത്തശ്ശന്മാർക്ക് ഇഷ്ടം പോലെ കുടിക്കാൻ വരാം. നീ അറിഞ്ഞ ബലമാനത്ത് നമ്മുടെ അളിയൻ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ട്രെൻഡിങ്ങിലുണ്ടല്ലോ. എന്നാ പിന്നെ ചോദിച്ചു കളയാം. നീ അറിഞ്ഞോ? ഈ 2 ഇപ്പൊ എവിടെ പോയി? ഇത്രയ്ക്ക് തിരക്ക് പിടിച്ചു പോയത് എന്തിനാ? ഞാൻ തന്നെ ഗ്രാൻഡായിട്ട് കല്യാണം നടത്തി തരുമായിരുന്നല്ലോ. എൻജോയ്. ഈ കുഞ്ഞ് ആരുടേതാ? എക്സ് ലവറിന്റെ. അവിടെ പോയപ്പോ ചുമ്മാ എടുത്തിട്ട് വന്നതാ. ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കാം. ഇപ്പൊ നമ്മൾ എങ്ങോട്ടാ പോകുന്നെന്ന് പറയും. ആദ്യം നമുക്ക് ഇവിടുന്ന് പോവാം. പോകുന്ന വഴിക്ക് എല്ലാം പറയാം. നീ എന്തോ കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ എന്താന്ന് മാത്രം എനിക്കറിയില്ല.
ആരാ മോളെ നീ? എന്തു പറ്റി മോളെ? മോളുടെ വീട് എവിടെയാ? മോക്ക് മോളുടെ വീട് എവിടെയാന്ന് അറിയോ? മോളോട് ഞങ്ങൾ ചോദിക്കുന്നത്. മോളുടെ പേരെന്താ? മോള് പേടിക്കാതെ കാര്യം പറയേ. നിങ്ങളെല്ലാം ആരാ? ഞങ്ങളാരാന്ന് പറയാം. ആദ്യം മോള് പറയും. എന്റെ പേര് അബി. ദേ നോക്കി ചക്കരെ. അച്ഛന്റെ മിടുക്കി കുട്ടി. നോക്കുമോളെ, ഇതിനു മുമ്പ് നീ വേറൊരു കാറിലായിരുന്നില്ലേ? അതിനകത്ത് എങ്ങനെ നീ വന്നേ? ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ആരോ 4 പേര് വന്ന് അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എനിക്ക് എന്റെ അമ്മയെ കാണണം. മോള് പേടിക്കണ്ട കേട്ടോ. ഞങ്ങള് മോളുടെ അമ്മയുടെ അടുത്ത് കൊണ്ടുപോവാ. സന്തോഷായില്ലേ? പ്രോമിസ്. പ്രോമിസ്. എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു. സാരമില്ല, വാ. ആ ദിവസം അമ്മയാ വാരി തരാറ്. ശരി, ഇപ്പൊ ഞാൻ വാരി തരട്ടെ? കഴിക്കും. വെള്ളം വേണോ? കൊച്ചിന് വാരി കൊടുക്ക്. ഞാനിപ്പോ നമുക്ക് വേറെ എന്തെങ്കിലും വേണോ കഴിക്കാൻ?